അസ്തമന സൂര്യനെയും സാക്ഷി നിർത്തി ഞങ്ങൾ തുടങ്ങട്ടെ. സഹൃദരായ ടെക്നോസിസ് നിവാസികളെ, ഇവനാണ് നമ്മുടെ കഥാനായകൻ. പേര് ചാറ്റ് ജിപിടിയിൽ നിന്ന് കോപ്പൈലറ്റിൽ നിന്നൊക്കെ നിമിഷാർത്ഥം കൊണ്ട് കോപ്പി അടിച്ച് കോഡുണ്ടാക്കാൻ ഒരു പ്രത്യേക കഴിവാണിവന്. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ ഏറ്റവും ബില്ലിംഗ് കൂടിയ, അതായത് ₹2.50 പെർ അവർ പ്രോജക്റ്റിന്റെ ക്രിട്ടിക്കൽ റിസോഴ്സ് ആണവൻ. എന്നിവന്റെ കല്യാണമാണ്. കമ്പനി ചെലവിൽ നടക്കുന്ന കല്യാണം. കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇത് കമ്പനി ചെലവിൽ നടക്കുന്ന ആദ്യത്തെയും അവസാനത്തെയുമായ കല്യാണമാണ്. പ്രസ്തുത മംഗളകർമ്മത്തിന് നിങ്ങൾ ഏവരുടെയും അനുഗ്രഹാശംസകൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഉപചാരപൂർവ്വം ഞങ്ങൾ തുടങ്ങട്ടെ. ഒരു ടെക്കിയുടെ കെട്ട്. കല്യാണം കഴിഞ്ഞാൽ നീ ഒന്നും കസാര ഇട്ട് തിരിയല്ലേ? അതെ, എല്ലാരും ഉള്ളിട്ടേ പോകണം കേട്ടോ. നമസ്കാരം. ഞാൻ പയ്യന്റെ ഒരേ ഒരു അമ്മാവനാണ്. ആട്ടെ, നമ്മളാരാ? ഞാൻ അവന്റെ ഒരേ ഒരു മാനേജർ. ആ കൊള്ളാലോ. മാ മാ ഏതാനാണ് ഇവൻ? ഇവനൊരു തലതെറിച്ച ക്വാളിറ്റി ടെസ്റ്റർ. അടാ പടാ പോയ കലവറ മണ്ഡപമൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് എനിക്ക് സ്റ്റേറ്റസ് മെയിൽ. ഓ, അപ്പൊ നിങ്ങളാണല്ലേ ഈ കല്യാണത്തിന്റെ സ്പോൺസർ? Yes. Our company is sponsoring the marriage of the developer and the poor girl. അപ്പൊ ഇതിനും വേണ്ടിയൊക്കെ പൈസ ഉണ്ടോ പോലെ നിങ്ങളുടെ കമ്പനിക്ക്? അല്ല, ഈ പത്രത്തിലും ടിവിയിലും ഒക്കെ നിങ്ങളുടെ കമ്പനി കുറെ പേരെ പിരിച്ചുവിട്ടു എന്ന് പറയുന്ന കേട്ടേ, അതുകൊണ്ട് ചോദിച്ചതാ. ഓ, ലേ ഓഫ്. അത് പിന്നെ അങ്കിൾ, കമ്പനിക്ക് ഈ പ്രോജക്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു വടവൃക്ഷം പോലാണ്. അതിൽ ഈ ബില്ലിങ് എന്ന് പറഞ്ഞ ഒരുപാട് ശാഖകളുണ്ട്. അപ്പോൾ ഈ മേലെയുള്ള ഏമാമാരെല്ലാം കൂടെ കൂടി കൈയിട്ട് വാരി അടിയിലോട്ട് വരുമ്പോ ഒരു കൈ ഫലം ഉണ്ടാവൂല. അപ്പോഴാണ് ഈ പാവപ്പെട്ട ഇലകളൊക്കെ കൊഴിഞ്ഞ് വീഴുന്നത്. ഇറ്റ്സ് 100% നാച്ചുറൽ. ഞാൻ പെണ്ണിന്റെ അമ്മ. എന്തായാലും ഇവിടുത്തെ ഒരുക്കങ്ങളൊക്കെ? അയ്യോ, ഡോണ്ട് വറി അമ്മ, ഞാനിത് എന്റെ കല്യാണം പോലെ അന്തസ്സായിട്ട് നടത്തും. എന്താ? അല്ല, സുഗുണൻ കമ്പനിയുടെ ബില്ലിംഗ് കൂടിയ പ്രോജക്റ്റിന്റെ ക്രിട്ടിക്കൽ റിസോഴ്സ് ആണ്. ഞങ്ങളുടെയൊക്കെ കണ്ണിൽ ഉണ്ണിയാ. മാത്രമല്ല, ഇന്ന് ഞങ്ങളുടെ പ്രോജക്റ്റ് ലൈവ് പോവുകയാണ്. അതുകൊണ്ട് തന്നെ അവര് ഞാൻ ഹാഫ് ഡേ വർക്ക് ഫ്രം ഹോമേ അനുവദിച്ചിട്ടുള്ളൂ. എന്ത് വൃത്തികേടൊക്കെയാണോ ഈ പറയുന്നത്? കല്യാണത്തിന് പോലും ലീവില്ലാന്ന് വെച്ചാ? അയ്യോ അമ്മ, അങ്ങനെയല്ല. ഈ കല്യാണമൊക്കെ ഞങ്ങളുടെ കമ്പനിക്ക് ഒരു തട്ടുകട നടത്തുന്ന പോലെ ഉള്ളൂ. കണ്ണിൽ എന്തോ പോയി. അല്ലടോ, താഴെ അറേഞ്ച് പറയുന്ന ഈ പണിക്കാരൊക്കെ ഇത് എവിടെ പോയി കിടക്കുന്നു? 1 second. അയ്യോ, എന്തുവായത്? പേടിക്കണ്ട, വയറല്ലമ്മ. ഇതാണ് ഞങ്ങളുടെ യൂണിറ്റിയുടെ രഹസ്യം. ഇപ്പൊ വരും എല്ലാണവും. ഇത് ഞങ്ങളുടെ ഫെസിലിറ്റീസ് ഹെഡ്. ഈ കല്യാണം മൊത്തം ഞങ്ങളുടെ സർവൈലൻസിലായിരിക്കും. ട്രാവൽ, ട്രാൻസ്പോർട്ട്, സെക്യൂരിറ്റി, സോപ്പ്, ചീപ്പ്, കണ്ണാടി, മണ്ണെണ്ണ, അങ്ങനെ എല്ലാം ഞങ്ങൾ അറേഞ്ച് ചെയ്യും. അല്ലട മക്കളെ, ഇതൊക്കെ എന്തുവാണ്? അത് കല്യാണ പരിസരത്ത് നിൽക്കുന്ന പുല്ലും ചെടിയും ഒക്കെ വെട്ടി ഒതുക്കാനുള്ള ഞങ്ങളുടെ ചെറിയ പണിസാധനങ്ങൾ. പേടിക്കണ്ട, ഇതിന്റെയൊക്കെ കറണ്ട് ബില്ല് മാത്രം അമ്മാവൻ കൊടുത്താൽ മതി. അടുത്തത് പാചകത്തിൽ ഡിപ്ലോമ എടുത്ത ഞങ്ങളുടെ സ്വന്തം തനിനാടനിലെ കുക്ക് ശാന്തൻ. ആള് വലിയ നാണക്കാരനാ. വായിക്കാത്ത ചത്ത കിട്ടി വിളക്കിയാല് എന്തെങ്കിലുമൊക്കെ മിണ്ടും. സദ്യവട്ടങ്ങളൊക്കെ ഗംഭീരമാവണം കേട്ടോ. അല്ല, ഒരു സദ്യക്കൊക്കെ എന്താ നിങ്ങളുടെ ചാർജ്? 265 രൂപ. അയ്യോ, എന്റെ പഴവങ്ങാടി ഗണപതി.
കല്യാണത്തിനെത്തിയ പന്തൽ പണിക്കാർ, പാചകക്കാർ, മേളക്കാർ എന്ന് വേണ്ട സകല എണ്ണത്തിനുള്ള കോമ്പൻസേഷൻ ആൻഡ് ബെനിഫിറ്റ്സ് നന്നായി തേച്ച് മടക്കി വിത്തൗട്ട് എനി ഇൻക്രിമെന്റ്സ് ആൻഡ് ഗ്രാറ്റുവിറ്റി ഞാൻ കൊടുത്തിരിക്കും. ഓ സന്തോഷമായി മക്കളെ. അങ്കിൾ, ഇതിനെല്ലാം പുറമെ എന്റെ സ്വന്തം റിസ്കിൽ കല്യാണ സദ്യ കഴിഞ്ഞു പോകുന്നവർക്ക് വിതരണം ചെയ്യാൻ കമ്പനി ബ്രാൻഡുള്ള അൺലിമിറ്റഡ് ടിഷ്യൂ പേപ്പർ. യോ അമ്മാവ, ചെറുക്കനിങ്ങെത്തി. അയ്യോ, ഓ എന്നാ ബാക്കി ഇനി പിന്നെ കൊടുക്കാം. പെണ്ണിനെ വിളി, മുഹൂർത്തം തുടങ്ങാനായി. മുഹൂർത്തമായി കേട്ടോ. താലി കേട്ട് എടാ കൊച്ചനെ, എടാ മരുമോനെ താലി കേട്ടോ. ആ ഫോട്ടോഗ്രാഫർ ഒന്നും മാറി നിന്നേ, ആൾക്കാരൊക്കെ ഒന്ന് കാണട്ടെ. ആ കെട്ടുവേളം. ഇത്രയൊക്കെ ഉള്ളല്ലേ ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞ. എന്തേ ചിരിച്ചത്? ഇതൊക്കെ ആരുടെ ഗിഫ്റ്റാ ചേട്ടാ? ഓ ഇതെന്റെ മാനേജർ ഗിഫ്റ്റ് ചെയ്തതാ. എന്തോ വില കൂടിയ ചെക്കാണെന്നാ തോന്നുന്നേ. ബെസ്റ്റ്. ചേട്ടന്റെ സാലറി പ്രൈസിലും ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ? എന്റെ കൺസെപ്റ്റിൽ എനിക്ക് ഈ പണത്തിനോടും ശ്രീധനത്തോടും ഒക്കെ പരമ പുച്ഛമാണ്. ആട്ടെ, ഇതൊക്കെ ഒറിജിനൽ തങ്കം തന്നെയല്ലേ? ചേട്ടന്റെ കോൺസെപ്റ്റ് എന്നെക്കാളും നന്നായി എന്റെ അച്ഛനും അമ്മയ്ക്ക് മനസ്സിലായി എന്നാ തോന്നുന്നേ. ഇത് മൊത്തം റോൾഡ് ഗോൾഡാ. സുഗുണേട്ടാ. എന്തോ സാർ, പാല്. നീയോ? പാചകക്കാരനെന്താടാ മണിയറേ കാര്യം? ഓർമ്മ അല്ല മോളു, ഓഫീസിൽ വെച്ച് മര്യാദയ്ക്ക് ഒരു ചായ അടിച്ചു തരാത്തവനാ. വല്ല എരുമപ്പാലും ആയിരിക്കും. ഇനി ആ ഫെസിലിറ്റി സെറ്റിനോട് ഞാൻ പ്രത്യേകം പറയണമായിരിക്കും. ലൈറ്റ് ഓഫ് ചെയ്യണം. വീടൊക്കെ ഇഷ്ടായോ? ഇഷ്ടായി. എന്നെയോ? ഒന്ന് പോവേട്ടാ. അയ്യോ, മുല്ലപ്പെരിയാർ പൊട്ടിയുടെ മോളെ, ഇറങ്ങി ഓടിക്കോടി. അയ്യോ അമ്മ, പനിക്കണ്ട. മുല്ലപ്പെരിയാർ അല്ല, ഞങ്ങളുടെ പ്രൊഡക്ഷനാണ് ബുക്ക് ചെയ്തത്. രാവിലെ ഇവൻ ലൈവിൽ വിട്ട പ്രോജക്ട് തൃശൂർ പൂരത്തെ കടത്തി വിട്ട വിധം വർണ്ണാഭശബളമായി പൊട്ടി പണ്ടാറ് അടങ്ങിയിരിക്കുന്നു. ഓ, ഇവന്മാരൊക്കെ കൊണ്ട് തോറ്റല്ലോ ഈശ്വരാ. സാർ, ഇന്ന് എന്റെ ആദ്യ രാത്രിയാണ്. ഇന്നെങ്കിലും ഞാൻ മനസ്സമാനത്തോടെ ഉറങ്ങിക്കോട്ടെ. നിന്റെ ഹാഫ് ഡേ വർക്ക് ഫ്രം ഹോം കോട്ട കഴിഞ്ഞു. പോയി ഹോട്ട് ഫിക്സ് ചെയ്ത് ലൈവ് കേട്ടടാ. ഒരു 5 ബഗ് റേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എടാ ചെസ്റ്ററെ, നിന്നോട് ഞാൻ മുൻജന്മത്തിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടാ?
ക്ലൈന്റ് കോൾ. സ്റ്റാൻഡ് അപ്പ്, സ്റ്റാൻഡ് അപ്പ്, സ്റ്റാൻഡ് അപ്പ്. എടാ, നിന്റെ മാനേജർ ആണോ പറയുന്നേ? ലാപ്പ് മേടിക്കടാ, ലാപ്പ് മേടിക്കടാ പൊന്നു മോനെ. Hello, Sukunan. All fixes done? യെസ് സാർ. Any updates from QA? നോ അപ്ഡേറ്റ് സാർ. താങ്ക് യു സോ മച്ച്. സുഗുണാ, എടാ മോനെ, ചതിച്ചടാ മക്കളെ, ചതിച്ചു. നിന്റെ ഭാര്യ സുമതി ഒളിച്ചോടിയടാ. മോനെ, ആ തനിനാടന്റെ പാചകക്കാരന് നിന്നേക്കാൾ കൂടുതൽ CTC ഉണ്ടെന്നും പറഞ്ഞ് കെട്ടുതാരി വലിച്ചെറിഞ്ഞ് അവളെ ഓടിയടാ. പോരാത്തതിന് അവന്റെ ചായ എനിക്ക് ഇത്ര വർക്ക് പ്രഷർ പോലും ഇല്ലത്രേ. കണ്ടില്ലേ, ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞ ഒരു തലവരെ. ചിലവർക്ക് ശരിയാകും, ചിലവർക്ക് ശരിയാവില്ല. പക്ഷേ നമ്മുടെ ഈ കഥയിൽ ഒരു ചെറിയ ടൈലന്റ് കൂടി ഉണ്ട്. സുഗുണൻ, ഒരു സ്ത്രീയുടെ സ്വാതന്ത്ര്യമാണ് അവൾ ആരുടെ കൂടെ ജീവിക്കണമെന്നുള്ളത്. അതിന്റെ ഇടയിൽ കൂടെ ഒരു സ്ത്രീ ശാക്തീകരണം കൂടെ. എന്നാൽ മറ്റു ചില സ്ത്രീകൾ ഉള്ളിലുള്ള പ്രണയം തുറന്നു പറയാൻ പോലും സ്വാതന്ത്ര്യം എടുക്കാത്തവരാണ്. ഓ, അതിനല്ലേ ഈ ഡേറ്റിംഗ് ആപ്സും ട്രെൻഡി കൺഫെഷനും ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതിലെല്ലാം ഉണ്ടായിട്ടും സുഗുണൻ എന്റെ ഇഷ്ടം മനസ്സിലാക്കിയില്ലല്ലോ.